Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, start ചെയ്യാം. Good afternoon, ma'am. Yeah, okay. Prayer ആരാ ചൊല്ലാം? Sudhya, ma'am. Okay. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing sent from the Savior above. Showers of blessing we need. Mercy dropped round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Okay, next. May I sign in? Time is free, but it's priceless. You can't want it, but you can use it. You can't keep it, but you can spend it. Once you have lost it, you can never get it back. സമയം സൗജന്യമാണ്, എന്നാൽ ഇത് വിലയില്ലാത്തതാണ്. നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്കത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്കത് ചെലവഴിക്കാൻ കഴിയും. ഒരിക്കൽ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരിക്കലും തിരികെ ലഭിക്കില്ല. സൈനി ടീന ടിഡി. Okay. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പ്രപ്പോസിഷൻസ് ആണ് എടുത്തത് അല്ലെ? നമ്മൾ ഏതായിരുന്നു? അറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, എല്ലാവരും വിശ്വസിക്കുന്നു. ഓക്കെ, I hope you understand the preposition at. Okay. Moving on, the next preposition is on. On ആണ് അടുത്ത preposition. Okay, അപ്പൊ on നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യാറ്? പറയാൻ പറ്റുമോ? പറയൂ, എവിടേക്ക് യൂസ് ചെയ്യാറ് on? സ്പെസിഫിക് ഡേ അല്ലെങ്കിൽ ഡേറ്റ്. Day and date. Then okay, അതൊക്കെ പോട്ടെ, ഒരു കാര്യം ചെയ്യും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് എല്ലാവർക്കും? How are you all? Fine. Fine, ma'am. Okay, fine ആണ് എല്ലാവരും. സുഖാണ്, ആക്റ്റീവ് ആണ് എല്ലാവരും. ആ ഓക്കെ, ആക്റ്റീവ് ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ടോ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. നിങ്ങളിൽ വേറെ ഒന്നും പറയുന്നില്ലേ? ഈ യെസ് മാം അത് മാത്രമേ ഉള്ളൂ? ഇല്ല, നന്നായിട്ട് പോകുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും മക്കളുണ്ടല്ലേ? വലിയ മക്കളാണോ? അറിയില്ല എനിക്ക്. മക്കളുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കാറുണ്ടോ? ഇംഗ്ലീഷ് പറയാറുണ്ടോ? പറയൂ. ഇല്ല? ഓക്കെ, നമ്മൾ എന്ത് ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും അവിടെ നമ്മൾ അത് അപ്ലൈ ചെയ്യണം. നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ അല്ലെ? നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ? ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരും ഇല്ല, കുറവാണ്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മള് ഇപ്പോ നമ്മൾ ഇതുവരെയും ക്ലാസ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം. മക്കളുണ്ടെങ്കിൽ മക്കളെ പിടിച്ചിരുത്തി പറയാം. ഓക്കെ, അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അവർക്ക് പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ പറയുമ്പോ നമുക്ക് ക്ലിയർ ആകും. മക്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവർക്ക് കുറച്ചെങ്കിലും ക്ലിയർ ആകും, പക്ഷെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് വേറെ ഏത് സബ്ജക്റ്റും ഇങ്ങനെ മക്കളോട് കണ്ടു കാര്യമില്ല. ഇംഗ്ലീഷ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം.
നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ഡേ ടു ലൈഫിലൊക്കെ നമ്മൾ മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ ആണോ? അല്ലാതെ ക്ലാസ് കഴിഞ്ഞു ഓക്കെ ഇംഗ്ലീഷ് മിസ്സിന്റെ ക്ലാസ്സിൽ മാത്രം പഠിക്കാം എന്ന് വിചാരിക്കേണ്ട. ഇപ്പൊ ഓക്കെ മിസ് കഴിഞ്ഞ ക്ലാസ്സിലെ പ്രൊപ്പോസിഷൻസ് എടുത്തിട്ടുണ്ട്, നൗൺ എടുത്തു, ഫ്രേസ് എടുത്തു, എല്ലാം എടുത്തു. ഓക്കെ ക്ലാസ്സിൽ എനിക്കത് മനസ്സിലായി. ഓക്കെ അപ്പൊ അത് മതി, എനിക്ക് മനസ്സിലായല്ലോ എന്ന് വിചാരിച്ച് പോകരുത്. നമ്മളത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണം. ആരോടെങ്കിലും പറയണം. നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? അപ്പൊ അതില് ഒരാള് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെ. നമ്മൾ ഇതുവരെയും പഠിച്ചതൊന്ന് റീവൈൻഡ് ചെയ്യണേ, എപ്പോഴും റീവൈൻഡ് ചെയ്യും, ഒരിക്കലും മറക്കില്ല. നമുക്ക് ഇതിന്റെ ആവശ്യമാണല്ലോ, ഗ്രാമർ ആണ്, എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും അറിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഏറ്റവും ടഫാണ് അല്ലെ. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് കേൾക്കുമ്പോ ബോറടിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ബോറടിക്കുക, നമുക്ക് ഉറക്കം വരും അല്ലെ. ഗ്രാമറോ ഇഷ്ടമല്ലാതെ പറയും, പക്ഷെ അത് പഠിക്കണ്ടേ, എന്തായാലും പഠിക്കണം. അപ്പൊ ആ ഒരു ഇഷ്ടത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഗ്രാമർ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് മനസ്സിലായാലും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടും ഇംഗ്ലീഷിനോട്, കുറച്ചുകൂടെ അറിയാൻ നമുക്ക് താല്പര്യം വരും. അപ്പൊ ഗ്രൂപ്പില് ഒരാളത് സ്റ്റാർട്ട് ചെയ്താല് എല്ലാവരും അത് ഫോളോ ചെയ്ത് വരും. ഏതെങ്കിലും ഒരു ടോപ്പിക് ഒരാൾ പറയാം, ഇന്നതാണ്. ഇപ്പോ ഇവിടെ നൗൺ തന്നെ എടുക്കാം. നൗൺ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയും ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയാം. അപ്പൊ കേൾക്കുന്ന ആള് ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയല്ലടാ അതിങ്ങനെയാണ് എന്ന് പറയും. അടുത്ത ആളെ ഫോളോ ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് ഒരു ദിവസം ഒക്കെ എന്നാവും, അത് ക്ലിയർ ആയോ? അങ്ങനെ എപ്പോഴും നിങ്ങൾ എപ്പോഴും റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റ് വെച്ചിട്ട് നമ്മൾ പ്രൊപ്പോസിഷൻ പറഞ്ഞു. അപ്പോ അറ്റ് വെച്ചിട്ട് കുറെ സെന്റൻസ് മേക്ക് ചെയ്യാൻ നോക്കാം. ആ ഗ്രൂപ്പില് കുറച്ചെങ്കിലും ചിലപ്പോ മിസ്റ്റേക്സ് അറിയുന്നവരുണ്ടാകാം. അപ്പൊ മിസ്റ്റേക്സ് ക്ലിയർ ആയതിലും പോട്ടെ നിൽക്കാം, അറ്റ് വെച്ചിട്ട് മാക്സിമം മേക്ക് ചെയ്യാം. മിസ്റ്റേക്സ് എന്തായാലും വരും, പിന്നെ അത് ക്ലിയർ ആകും, നമുക്ക് റെക്ടിഫൈ ചെയ്യാനും എല്ലാനും ഇപ്പോ ഒരുപാട് വഴികളില്ലേ അല്ലെ. മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ്യൂസ് ചെയ്യരുത്. ഇപ്പൊ ഈ കോഴ്സ് കഴിയുന്നത് വരെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും പലതും പല വഴിക്ക് പോകും. അപ്പോ ഇപ്പോ ഈ കോഴ്സ് കഴിയുന്നവരെയെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് ഫോളോ ചെയ്യുക, മാക്സിമം എക്സാമ്പിൾസ് ഒക്കെ പറയാ, ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് റെഫർ ചെയ്യുക. ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ റെഫർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇന്നലേക്ക് നാളെ മസ്റ്റായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് പഠിച്ചുകൊണ്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കണ്ട, നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ്. ഇനിയിപ്പോ മക്കൾ വരുമ്പോ മക്കളെ വലുതായി കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കണ്ടേ അല്ലെ. അവര് പറയുമ്പോ അമ്മ ടീച്ചറാണ് അല്ലെ, മോണ്ടസോറി ആണെന്ന് മക്കൾ അറിയില്ല, ടീച്ചർ ആണെന്ന് അറിയുന്നുള്ളൂ അല്ലെ. ടീച്ചർ എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും അറിയാം, ടീച്ചർ എന്ന് പറയുമ്പോ ഇതൊരു റെസ്പെക്ട്ഫുൾ ആണല്ലേ, റെസ്പെക്ട് ഒരു ജോബാണ്. അപ്പോ അവര് വിചാരിക്കും അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാലോ അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയണ്ടേ. അപ്പോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്, സംസാരിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്. ക്ലാസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഓക്കെ, ഇപ്പോ സംസാരിക്കാനോ എനിക്ക് ടെൻഷനാണ്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, പേടിയാണ്, തെറ്റോ എന്നുള്ള പേടിയാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ ഒരു ചിന്ത വേണ്ട, തെറ്റാതെ ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഇതിനെ കുറിച്ച് പറയുമ്പോ മാക്സിമം ഇംഗ്ലീഷിൽ പൊട്ടത്തെറ്റായിക്കോട്ടെ പറയാം. ഓക്കെ, അപ്പൊ വിചാരിക്കും മിസ്സിന് അങ്ങനെ പറഞ്ഞാൽ മതി, തെറ്റ് പറയുമ്പോ ഞങ്ങൾ കളിയാക്കില്ലേ എന്ന് പറയും. ഞാൻ ആരെയും കളിയാക്കില്ല. എല്ലാവരും ആർക്കും ഇംഗ്ലീഷ് അറിയാവുന്നവരല്ല ഈ ക്ലാസ്സിലുള്ളത്. കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയില്ല, കുറച്ചു പേർക്ക് ഒട്ടും അറിയില്ല. പക്ഷെ പറയണ്ടേ, നിങ്ങൾ ഒരാള് ഇപ്പോ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ വരുമ്പോ മറ്റേ ആൾ എന്താ വിചാരിക്കാന്ന് അറിയോ? ഏവൻ പറഞ്ഞ ഇംഗ്ലീഷ് പൊട്ടത്തിട്ടാണല്ലോ എന്നല്ല, കേട്ടിരിക്കൂ, പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയുള്ളൂ, വേറൊന്നും ചിന്തിക്കില്ല. മിസ്റ്റേക്സ് ഉണ്ടോ എന്നായിരിക്കില്ല അവർ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, ഒറ്റത്തെറ്റാണെങ്കിലും പറയുന്നുണ്ടല്ലോ എന്ന് ഒരു റെസ്പെക്റ്റോട് കൂടിയായിരിക്കും നിങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, പക്ഷെ പറയുന്നവനുള്ള ടെൻഷൻ എന്താണ്? ഞാൻ പറയാം തെറ്റാണോ, ഞാൻ അവരെന്ത് വിചാരിക്കും, തെറ്റിയോ ഞാൻ പറയണത്, അതാണ്. പക്ഷെ രണ്ടും രണ്ടാണ്. നിങ്ങൾ പറയുമ്പോ ഉള്ള നിങ്ങളുടെ മാനസികാവസ്ഥയും കേൾക്കുന്നവന്റെ മാനസികാവസ്ഥയും രണ്ടും രണ്ടാണ്. കേൾക്കുന്ന വിചാരിക്കും അവൻ പറയുന്നുണ്ടല്ലോ, എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ലല്ലോ എന്നായിരിക്കും വിചാരിക്കുക.
പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു അയ്യോ ഞാൻ പറഞ്ഞ തെറ്റാണ്, ഞാൻ അവൻ അതുകൊണ്ടാണ് എന്നെ അങ്ങനെ നോക്കുന്നത്, ഇല്ല അതുകൊണ്ടാണ് ആരും റെസ്പോണ്ട് ചെയ്യാത്തത് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വേണ്ട. മാക്സിമം നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോ എല്ലാവരും അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് എപ്പോഴും വരും. തെറ്റായിക്കോട്ടെ പറയണം. ഓക്കെ, ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കുന്നത് നല്ലത്. മിസ് ഞാൻ പറയാ എന്ന് പറഞ്ഞു വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ എല്ലാവരും ഓക്കെ മിസ് ഞാൻ പറയാ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കും. ഒരാളെ കൊണ്ട് മാത്രമല്ല, അങ്ങനെ പറയാൻ ആഗ്രഹമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും വന്നു ഞാൻ എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കും. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്കത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനത്തെ ചാൻസ് ഒന്നും ഒരിക്കലും കിട്ടില്ല. ഇപ്പൊ പൊതുവെ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സംസാരിക്കാൻ ആരുമില്ല എന്ന ഒരു പരാതിയാണ്. അങ്ങനെ വേണ്ട, സംസാരിക്കാൻ നമുക്ക്. ഓക്കെ, എപ്പോഴും ക്ലാസ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? പഠിക്കേണ്ടത് പഠിക്കുന്നുണ്ട് നമ്മള്, അതിനെ കൂടി ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണ്ടേ? വേണ്ടേ? റെസ്പോണ്ട് ചെയ്യൂ. Yes, ma'am. എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണോ? Yes, ma'am. Yes, ma'am. അപ്പോ നമുക്ക് ഇനി പോർഷനിലേക്ക് പോവാം. അതിനുശേഷം ഞാൻ വീണ്ടും ഈ ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കൂ. അപ്പൊ ഓൺ എവിടേക്കാണ് യൂസ് ചെയ്യുക? നോട്ട് എടുക്കൂ, എഴുതിക്കോളൂ. ഹെഡിങ് ഏതാ? ഓൺ. and point wise add ചെയ്താ days, date, days, date, birthday, 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 then large vehicle, large vehicle, then surface, 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 പ്രതലം എന്നാണ്. ഓക്കെ, സർഫേസ്. ദെൻ മീഡിയ, മീഡിയാസിനെല്ലാം നമ്മൾ ഓൺ യൂസ് ചെയ്തിട്ടാ പറയാം. മീഡിയ. ദെൻ ഹോളിഡേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അറ്റും ഓണും നമ്മൾ ഹോളിഡേക്ക് യൂസ് ചെയ്യാറുണ്ട്. സോ പോയിന്റ് ഏതാ? ഹോളിഡേ. അപ്പൊ ഏതൊക്കെ പോയിന്റ് ആണ്? ഡേയ്സ്, ഡേറ്റ്, ബർത്ത്ഡേ, large vehicle, surface, media and holiday. Okay, അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യാറ്, ഓൺ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ഇത്രയും സ്ഥലങ്ങളിലാണ്. ഓക്കെ, അപ്പോ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറയാൻ പറ്റോ? ഡേ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കി. ഫസ്റ്റ് ഞാൻ ഒരെണ്ണം പറയാം, എഴുതിക്കോളൂ. The teacher asked him to call his parents on Monday. The teacher asked him to call his parents on Monday. The teacher asked him to call his parents on Monday. Monday എന്ന് പറയുന്നത് ഡേ ആണ്. സോ നമ്മൾ അതിന് മുൻപിൽ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ്. ഇതൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പോ പഠിക്കുന്നതും ഇതുവരെ പഠിച്ച കാര്യങ്ങളും എപ്പോഴും റിവൈൻഡ് ചെയ്യുക, ഒന്നും മറക്കരുത്. കാരണം ഇനി അങ്ങോട്ട് പോകും തോറും ഇതൊക്കെ ആവശ്യമാണ്, ബേസിക് ആണ്. ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം വേണം. പ്രപ്പോസിഷൻസ് വേണം, നൗൺസ് വേണം, പ്രൊനൗൺ വേണം, ഇതെല്ലാം വേണം. അപ്പൊ ഇതൊന്നും മറക്കരുത്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഒരുപാട് കുറച്ചൊരു ഇത് പ്രപ്പോസിഷൻ ചാപ്റ്റർ കഴിയുമ്പോൾ അതിനുശേഷം വരുമ്പോ വി ക്യാൻ അവിടേക്ക് എന്താണ് യൂസ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. അപ്പൊ ഇതൊക്കെ പഠിക്കണം. പിന്നെ വീക്കെൻഡില് വീക്കെൻഡ് എന്ന് പറയുന്ന വേർഡിന് മുന്നിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. വീക്കെൻഡ്, വീക്കെൻഡ് എന്ന് പറയുമ്പോൾ അത് ഡേയ്സിന്റെ എൻഡ് ആണല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. വീക്കെൻഡ് എന്ന് പറയുന്ന വേർഡിന് മുന്നിൽ ഓൺ ആണ് യൂസ് ചെയ്യുക. അതായത് ഓൺ വീക്കെൻഡ്, ഓൺ വീക്കെൻഡ്സ് എന്നാ പറയാ. അതായത് she like to spend she like to spend she like to spending time in his garden in the evening and on weekends. വീക്കെൻഡിലും ഈവനിങ്ങിലുമാണ് നമുക്ക് കുറച്ചൊരു അവളുടെ ടൈം ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടം എന്നാ പറയുക. അപ്പൊ അവിടെ വന്നത് എന്താണ്? ഇൻ ദ ഈവനിങ് ആൻഡ് ഓൺ വീക്കെൻഡ്സ് എന്നാണ്. അപ്പൊ വീക്കെൻഡിന്റെ മുന്നിൽ നമ്മൾ പ്രപ്പോസിഷൻ ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇതൊന്നും മറക്കരുതേ.
അപ്പൊ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, the teacher asked him to call his parents on Monday. Okay, next example പറയൂ എല്ലാവരും. Make it on your own examples. We are meeting for lunch on Friday. We are Meeting for lunch on Friday. meeting for lunch on Friday. എന്താണ് മലയാളം എന്താ ഉദ്ദേശിച്ചത്? പറയൂ രേഷ്മ, മലയാളം എന്തായിരുന്നു? അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ. പോയോ രേഷ്മ? We are meeting for lunch on Monday. എന്നാണോ? I have a meeting on Monday എന്ന് പറയാൻ പറ്റില്ല ഞാൻ. Yeah, I have a meeting on Monday. അറിയാം. രേഷ്മ പറഞ്ഞില്ല മൺഡേ യൂസേജ് ഓക്കെ, അത് മീനിങ് എന്താന്ന് പറയാം, എന്നാൽ മാത്രമേ സെന്റൻസ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മീനിങ് ചോദിച്ചത്. ഓക്കെ, മിസ് ഫ്രൈഡേയാ പറഞ്ഞേ. ഫ്രൈഡേ. ഓക്കെ, അത് എന്താ ഉദ്ദേശിച്ചെന്ന് പറയോ? മീനിങ് എന്താ ഉദ്ദേശിച്ചെന്ന് പറയോ? അല്ല, ഞങ്ങള് എന്തുവാ വെള്ളിയാഴ്ച ഒരു ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ അതാ ജസ്റ്റ് ഉദ്ദേശിച്ചത്. കഴിക്കുകയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്, അല്ലെ കഴിക്കാൻ പോവുകയാണ്? കഴിക്കുകയാണ്. തെറ്റുണ്ടോ? മൺഡേയിൽ കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ തെറ്റല്ലേ? കഴിക്കുന്നത് ഒന്നിനും ഇപ്പോ ആണല്ലോ. മൺഡേയിൽ നടക്കുന്ന കാര്യം പറയുമ്പോൾ ഒന്നിനും പ്ലാൻ ചെയ്ത കാര്യമായിരിക്കണം, അല്ലെ? ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയാം, ഞാൻ അല്ലെങ്കിൽ എനിക്കൊരു നാളെ ഞങ്ങൾ ഒരു ലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പോ നാളെ എന്ന് പറയുമ്പോൾ മൺഡേ ആക്കാൻ വേണമെങ്കിൽ നമുക്ക്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പം വെനസ്ഡേ നമ്മള് നമുക്കാരും ഇങ്ങനെ പറയാം, ഐ എം ഗോയിങ് ടു meet my friends on Monday എന്ന് പറയാം. ഐ എം ഗോയിങ് ടു meet my friends on Monday. ഞാൻ മൺഡേ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു meet my friends on Monday എന്നും പറയാം. മനസ്സിലായോ? അത് സെന്റൻസ് മേക്ക് ചെയ്യുന്നതിന് മിസ്റ്റേക്ക് ആണ്, അത് ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ അവിടെ യൂസേജ് കറക്റ്റ് ആണ് കേട്ടോ. മൺഡേ, നമുക്ക് മൺഡേ ആണ് വേണ്ടത്. ഓക്കെ, മൺഡേയോ ഏതെങ്കിലും ഡേ ഏതെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോ ഈ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത് ടെൻസ് അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് ആ ടെൻസ് പഠിക്കുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആവും. അപ്പൊ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതെല്ലാം ബേസിക് അല്ലേ? അപ്പൊ എക്സാമ്പിൾസ് എല്ലാവരും മാക്സിമം ടൈപ്പ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പറയുന്നെങ്കിൽ അതാണ് ബെറ്റർ. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇംഗ്ലീഷ് പറയുമ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് മാക്സിമം അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോഴാണ്. ടെക്സ്റ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്, പക്ഷെ പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? സോ മാക്സിമം പറയാൻ നോക്കാം. Ma'am, my friend birthday is on 2nd February എന്ന് പറയാൻ പറ്റൂലേ? എന്തോ? My friend birthday is on 2nd February. 2nd February പറയാം, കുഴപ്പമില്ല. ഡേറ്റ് വന്നിട്ടുണ്ട്. ആ സെന്റൻസ് ഇപ്പൊ ഞാൻ പറയുന്നില്ല മിസ്റ്റേക്ക് ആണോ ഇല്ലയെന്ന്, പക്ഷെ ഡേറ്റ് വന്നു, അത് ഓക്കെ, കറക്റ്റ് ആണ്. പ്രപ്പോസിഷൻ യൂസ് ചെയ്ത് കറക്റ്റ് ആണ്. ഓക്കെ Ma'am, I visited my grandparents on Sunday. അങ്ങനെ പറയാൻ പറ്റുമോ? വിസിറ്റ് ചെയ്തു, പറയാം. ഞാൻ സൺഡേ എന്റെ പാരന്റ്സിനെ വിസിറ്റ് ചെയ്തു. മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റ് ആണ്. I visited my grandparents. ഇങ്ങനെ പറയാം, she arrived on Tuesday. പറയാം, അവൾ വന്നു. ഓക്കെ, പറയാം. She arrived on Tuesday. അവൾ ചൊവ്വാഴ്ച വന്നു. You will come back on Sunday. നീ എന്തായാലും തിരിച്ചു വരണം എന്നാണോ? The party is on Saturday. Test on Friday. I have an appointment on Thursday morning. My uncle is coming back to home on next Monday. Okay, പറയൂ. ആരാ പറഞ്ഞേ? The books are on the desk. Books are on the desk. അത് സർഫേസ് ആണ്, അല്ലെ? ഒരു പ്രതലമാണ്. അപ്പൊ നമുക്ക് ഓൺ പറയാം, ഓൺ ദ ടേബിൾ പറയാം.
അപ്പൊ ഒരു പ്രതലത്തിന് മുകളിലാകുമ്പോൾ നമുക്ക് അവിടെ ഓൺ യൂസ് ചെയ്യാം. ഓക്കെ. Yes, I have a meeting on Monday. എന്തോ I have a meeting on Monday. പറയാമോ? പറയാലോ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് മൺഡേ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. Okay. My birthday is on June 1st. Yeah. The test is on Tuesday. Yeah, the test is on Tuesday. Yeah. Okay. Ma'am, the lights are on എഴുതാൻ പറയാൻ പറ്റുമോ? എന്തോ The lights are on എന്ന് പറയാൻ പറ്റുമോ? അത് ആ ഓൺ ഉദ്ദേശിച്ചത് പ്രപ്പോസിഷൻ ഓൺ അല്ലല്ലോ, അത് വേർബ് അല്ലേ? അപ്പൊ പ്രപ്പോസിഷൻ അല്ല അവിടെ യൂസ് ചെയ്തത്, ഒരു വേർബ് ആയിട്ടാണ് യൂസ് ചെയ്തത്. കാരണം ഓൺ ആക്കുക എന്നാണ് പറയാ അല്ലെ, സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പൊ അവിടെ ഓൺ ബെറ്റർ സ്വിച്ച് ഓൺ എന്ന് പറയാം, അല്ലെങ്കിൽ ടേൺ ഓൺ എന്ന് പറയാം. ഓക്കെ. My sister marriages on Sunday. Yeah. Yamini is sitting on the stool. Surface അല്ലേ പറയാലോ? Yeah, sitting on the stool പറയാം, കുഴപ്പമില്ല. Ma'am, we have decided to compare study on Saturday. പറയാവോ? Compare study on Saturday. Yeah. നിങ്ങള് ശ്രദ്ധിക്കേണ്ടത് സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഓൺ വരുന്നത് ഈ പറയുന്ന ഡേ, ഡേറ്റ്, ബർത്ത്ഡേ, ഹോളിഡേ ഇതൊക്കെ ആണെങ്കിൽ ഓക്കെ, അവിടെ കറക്റ്റ് ആണ്. സെന്റൻസിന് കറക്റ്റ് മിസ്റ്റേക്ക് ഉണ്ടോ, ഫുൾ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഞാനിപ്പോ ക്ലിയർ ചെയ്ത് പറയുന്നില്ല. ഇപ്പൊ ഞാൻ നോക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നാണ്. സെന്റൻസ് മേക്കിങ്ങില് മിസ്റ്റേക്സ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കൂ. ഇപ്പൊ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. A cat on a mat അല്ല, a cat on the mat. The book is on the table. Yeah, the cat is sitting on the table. Okay. അപ്പോ അതൊക്കെ ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾക്ക് സർഫേസ് യൂസ് ചെയ്യാൻ അറിയാം. Then days and date, birthday, ഇത്രയും എക്സാമ്പിൾസ് ആണ് നിങ്ങളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ആണ്. ഇനി മീഡിയ എങ്ങനെ യൂസ് ചെയ്യാം? Yeah, on the wall. The painting is on the wall എന്ന് പറയുമ്പോൾ he painted on the wall എന്ന് പറയും. അതായത് വരച്ചു, വാളില് പിക്ചർ വരച്ചു എന്ന് പറയാം. പെയിന്റിംഗ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ഒന്നുമില്ല, ക്ലിയർ ആണ്. അപ്പൊ ഇത് വാളും ടേബിൾ ഇതെല്ലാം സർഫേസ് ആണ്, ഒരു പ്രതലാണ്. ഇപ്പൊ ഗ്രൗണ്ട് എന്ന് പറയാനും വി ആർ പ്ലേയിങ് ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാലും അത് ഗ്രൗണ്ട് ഒരു സർഫേസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സർഫേസ് വരുമ്പോ അവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓൺ ആണ്. ഓക്കെ, ദെൻ ഡേയ്സ് ആൻഡ് ഡേറ്റ് എല്ലാവർക്കും ക്ലിയർ ആണ്. ബർത്ത്ഡേ, ഒരാളുടെ ബർത്ത്ഡേ പറയുമ്പോൾ നമ്മൾ അവിടെ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഹോളിഡേസിന്റെ കാര്യം പറഞ്ഞു, ഒരു കറക്റ്റ് എക്സാക്ട്ലി ആ ഒരു ഹോളിഡേ ആണെങ്കിൽ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. അതായത് ഓൺ December 25 അല്ലെ, ഓൺ December 25 എന്ന് പറയാം അല്ലെ. 25th December എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആ ഒരു ഡേയിലെ കാര്യമാണ് പറയാം. അപ്പൊ അവിടെ നമുക്ക് ഓൺ യൂസ് ചെയ്യാം, മിസ്റ്റേക്ക് ഇല്ല. അപ്പൊ ഒരു പീരീഡ് ആണെങ്കിൽ എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഒരു ഡേയിനെ കുറിച്ചിട്ടാണ് പറയണമെങ്കിൽ അവിടെ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. ഇനി ലാർജ് വെഹിക്കിൾ പറഞ്ഞു. ലാർജ് വെഹിക്കിള് ഇപ്പോ നമ്മുടെ ബസ്, നമുക്ക് ബസ് പോവാം, ട്രെയിൻ, ഇതൊക്കെ ലാർജ് വെഹിക്കിൾ ആണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ബസ്സിൽ പോവുകയാണെന്ന് വെക്കാം. അപ്പൊ എന്താ പറയാ നമ്മള്, ഞാൻ ബസ്സിലാണ് എന്നെങ്ങനെ പറയും? I am on the bus. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയും? ഐ ആം ഇൻ ദ ബസ് എന്ന് പറയും അല്ലെ. അപ്പൊ അവിടെ ഇൻ യൂസ് ചെയ്ത് ലാർജ് വെഹിക്കിൾസിന്റെ കൂടെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഐ ആം ഓൺ ദ ബസ്, ഐ ആം ഓൺ ദ ട്രെയിൻ, ഐ ആം ഓൺ ദ ലോറി എന്ന് പറയാം. അപ്പൊ ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. ഇനി സപ്പോസ് ബൈസൈക്കിൾ ആണെങ്കിലോ, സൈക്കിൾ ആണെങ്കിലോ, ഞാൻ സൈക്കിളിലാണ് പോകുന്നത്, എങ്ങനെയാ പറയുന്നത്? I am in a bicycle. ഇന്നല്ലേ? അത് മിസ്റ്റേക്ക് ആണ്. സൈക്കിൾ എന്ന് പറയുന്നത് ചെറുതാണ്, പക്ഷെ സൈക്കിളിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യാറ്. ലാർജ് വെഹിക്കിളും സൈക്കിളും നമ്മൾ ഓൺ ആണ് വെച്ച് യൂസ് ചെയ്യാറ്. ഓക്കെ, ഐ ആം ഓൺ ബൈസൈക്കിൾ എന്ന് പറയാം. ഐ സോ ഹിം ഓൺ ദി ബൈസൈക്കിൾ എന്ന് പറയാം. ഞാൻ അവനെ ബൈസൈക്കിളാണ് കണ്ടത്, ഓൺ ദി ബൈസൈക്കിൾ. അപ്പൊ സൈക്കിളും ലാർജ് വെഹിക്കിളും നമ്മൾ ഓൺ ആണ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറ്.
ഒരിക്കലും മറക്കരുത്, ഇതൊന്നും ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഇനി മീഡിയ. നമുക്ക് ഒരുപാട് മീഡിയാസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയാസ് എല്ലാവരും ഇപ്പൊ എന്താ, ഞാൻ യൂട്യൂബിലാണ്. ഞാനിപ്പോ യൂട്യൂബില് I posted a video on YouTube last week. അപ്പൊ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ യൂസ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലോ, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കാണുകയാണ്, എങ്ങനെ പറയാം? I'm watching videos on, I'm watching reels on Instagram. കണ്ടോ? അപ്പൊ അവിടെ ഓൺ ആണ് വരാം. മീഡിയസിന്റെ കൂടെ എല്ലാം ഓൺ ആണ് വരാം. ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇതെല്ലാനും എന്താണ്, ഓൺ ആണ് വരാം. I have an account in Facebook പറയാൻ പറ്റില്ലേ മാം? I have an account in Facebook. I have an account in Facebook. On Facebook. on the Facebook എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് ഫേസ്ബുക്കിൽ, എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ട് എന്നാണ് യൂസ് ചെയ്യുക, ഓൺ ആണ്. ഓക്കെ, അക്കൗണ്ട് ഉണ്ട് എന്നാ പറയുന്നത്. ഞാൻ ഫേസ്ബുക്കിലാണ്. ഞാൻ ഫേസ്ബുക്ക് കുറച്ച് വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂട്യൂബിലാണ് എന്ന് പറയുമ്പോൾ ഐ എം ഓൺ യൂട്യൂബ്, ഐ എം ഓൺ ഫേസ്ബുക്ക്, ഐ ആം വാച്ചിങ് വീഡിയോസ് ഓൺ ഫേസ്ബുക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യാറ്. ഇനിയിപ്പോ തേർഡ് ഫ്ലോർ എന്നൊക്കെ പറയില്ലേ, ഞാനിപ്പോ എന്റെ ഓഫീസ് തേർഡ് ഫ്ലോറിലാണെന്ന് പറയും. അവിടെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യാം. ഈ ഫ്ലോർ ഒക്കെ പറയുമ്പോൾ ഓൺ ആണ് യൂസ് ചെയ്യാം. My office on the third floor. My office on the third floor എന്നാ പറയാ. ഓക്കെ, അപ്പൊ തേർഡ് ഫ്ലോറിനൊക്കെ നമ്മൾ ഓൺ ആണ് പറയാം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചു? ഡേ, ഡേയ്സ്, ബർത്ത്ഡേ, ഹോളിഡേ, ലർജ് വെഹിക്കിൾ, സർഫേസ്, then media, Holiday. bicycle, then last one is floor. അല്ലെ, ഇത്ര ഫ്ലോർ എന്ന് പറയുമ്പോ അവിടെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഒന്നും മറക്കരുത്. ഓക്കെ, സോ കുറച്ച് എക്സാമ്പിൾസ് കൂടെ എഴുതിക്കോളൂ. I washes my car on Sunday. I washes my car on Sunday. Sunday ആണ് എന്റെ കാർ വാഷ് ചെയ്യാറ്. I washes my car on Sunday. I washes my car on Sunday. Then I'm on the bus. I'm on the train. Then I saw him on the bicycle. I am washes my car on Sunday. I'm on the bus. I'm on the bus. I'm on the train. I saw him on the bicycle. I saw him on the bicycle. Then hang this picture on the wall. Picture on the wall തൂക്കാൻ പറ്റുമോ? അല്ലെ, തൂക്കോ എന്നാണ്. Hang this picture on the wall. Hang this picture on the wall. ഇനി on the TV, on the radio, on the YouTube, on the Facebook, ഇതൊക്കെ മീഡിയാസ് ആണ്. ഓക്കെ, next my office on third floor. My office on the third floor. My office on the third floor. My office is on the third floor. My office is on the third floor. ഇനിയിപ്പോ ഒരു പേപ്പറിൽ എഴുതാനാണ് പറയാം. ഞാൻ പറയണ write down this on a piece of paper. ഞാൻ പറഞ്ഞു എന്താണ്, പേപ്പറിന് മുകളിൽ എഴുതാനാ പറയാം അല്ലെ, പേപ്പറിൽ എഴുതാനാ പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. Write this down on a piece of paper എന്ന് പറയാം. എക്സാം എഴുതിക്കോളൂ. Write this down on a piece of paper. Write this down on a piece of paper. Write this down on a piece of paper. He spilled some coffee on his t-shirt.
അവൻ കുറച്ച് കോഫി ഒന്ന് സ്പിൽ ചെയ്യുക എന്ന് വെച്ചാല് തെറിപ്പിക്കുക, തളിക്കുക എന്നൊക്കെ പറയുന്നത്. ആ ഒരു മീനിങ് ആണ് സ്പിൽറ്റ്. He spilled some coffee on his shirt. അവന്റെ ഷർട്ടില് കുറച്ച് കോഫി ഇങ്ങനെ തെറിപ്പിച്ചു. Okay. He spilled some coffee on his t-shirt. ഒന്നുകൂടി പറയാ. He spilled, S-P-I-L-T. He spilled some coffee on his t-shirt. Okay. ഓക്കെ, ഇവിടെ ഐ സോ എ പീകോക്ക് ഓൺ ദ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ. അത് മിസ്റ്റേക്ക് ആണ്. അവിടെ ഓൺ യൂസ് ചെയ്യില്ല, ഇന്നാണ് യൂസ് ചെയ്യുക. ഞാൻ മരത്തിൽ ഒരു പീകോക്കിനെ കണ്ടു, മരത്തിലാണ്, സോ ഇൻ ദ ട്രീ ആണ്. ഓക്കെ, ഐ സോ എ പീകോക്ക് ഇൻ ദ ട്രീ. ഓക്കെ, ഇനിയിപ്പോ ചില സാഹചര്യങ്ങളില് ചില സമയങ്ങളിൽ വീക്കെൻഡിന്റെ കൂടെ നമ്മള് അറ്റ് യൂസ് ചെയ്യാറുണ്ട്. കാരണം അറ്റ് എന്ന് പറയുമ്പോ ഓൺ യൂസ് ചെയ്യേണ്ട മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ അറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ അറ്റ് കണ്ടു കഴിഞ്ഞിട്ട് മിസ്റ്റേക്ക് ആണ് എന്ന് വിചാരിക്കേണ്ട, അറ്റും യൂസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഒരു ഡ്യൂറേഷൻ ആണ് അല്ലെ, കറക്റ്റ് ഒരു ഡേ അല്ല പറയുന്നത്, ഒരു ഡ്യൂറേഷൻ ആണ് പറയുന്നത്. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു വീക്കിലെ കാര്യങ്ങളും ഒരു വീക്കെൻഡിൽ നടക്കുന്ന ഇതാണ് അല്ലെ. അപ്പൊ ഡ്യൂറേഷൻ പറയുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എല്ലാവരും പറയൂ. I went for a cinema on Monday എന്ന് പറയാൻ പറ്റുമോ ടീച്ചർ? I went for a cinema on Monday. എന്ത് പാടായിരുന്നു? Went എന്ന് പറയില്ലേ മാം? I went. ബെഞ്ചാണോ? ബെഞ്ച് അല്ല, വെന്റ്. ഓ ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലാത്തോണ്ടോ? I went for a cinema on Monday. I went for a movie. സിനിമ നമ്മൾ ഇംഗ്ലീഷില് സിനിമ എന്ന് പറയുന്നത് തെറ്റല്ല കേട്ടോ, കുറച്ചൊരു ബെറ്റർ വേർഷൻ ഉണ്ട്. അതായത് കുറച്ച് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് മാക്സിമം നമ്മൾ സെന്റൻസ് മീൻ ചെയ്യാൻ നോക്കാം. സിനിമ എന്ന് പറയുമ്പോൾ തെറ്റല്ല, പക്ഷെ കുറച്ചുകൂടി കേൾക്കുമ്പോൾ കുറച്ചുകൂടി രസം എന്താണ് മൂവി എന്നൊക്കെ പറയുന്നതാണ് അല്ലെ. മൂവി, ഫിലിം, സിനിമ ഇപ്പോ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യേണ്ട മിസ്റ്റേക്കും ഇല്ല, അപ്പൊ അങ്ങനെ പറയാൻ കുഴപ്പമൊന്നുമില്ല. I went for a movie on Sunday എന്ന് പറയാം. കറക്റ്റ് ആണ്. ഞാൻ പോയി എന്നാണ്, സൺഡേ മൂവിക്ക് പോയി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, The cake is on the plate. on the plate. മാം, കേക്ക് പ്ലേറ്റിന്റെ മുകളിലായതുകൊണ്ടാണ് ഓൺ ദ പ്ലേറ്റ് പറയണത് അല്ലേ മാം? അങ്ങനെയല്ലേ? അതേ സമയത്ത് ഒരു ബോക്സിന്റെ ഉള്ളിലാണ് കേക്ക് എങ്കിൽ ദ കേക്ക് ഈസ് ഇൻ ദ ബോക്സ്, അല്ലെങ്കിൽ ഇൻ ദ, അങ്ങനെയൊക്കെയല്ലേ യൂസ്? ഉള്ളിലാണെങ്കിൽ ഇന്നും മുകളിലാണെങ്കിൽ ഓൺ, അങ്ങനെയൊക്കെയല്ലേ? അതെ, അങ്ങനെയാണ്. പക്ഷെ മുകളിലാകുമ്പോ ഒരു സർഫേസിന് മുകളിലാണ്. പ്ലേറ്റ് ആവട്ടെ എന്താവട്ടെ, ഒരു സർഫേസ് ആണല്ലോ, ഒരു പ്രതലാണല്ലോ. അതിന്റെ മുകളിലാകുമ്പോ നമുക്ക് ഓണാണ്.
ഉള്ളിലാണെങ്കിൽ ഇൻ ആണ്. ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണെങ്കിൽ ദ കേക്ക് ഈസ് ഇൻ ദ ഫ്രിഡ്ജ് അങ്ങനെ പറയല്ലേ? അതെ. ഓക്കെ. ഓണിന് പകരം പിന്നെ നമുക്ക് എബവ് യൂസ് ചെയ്യാം. എബവും ഏകദേശം എന്താണ് മീനിങ് വരാം? ദ കേക്ക് ഈസ് ഓൺ ദ എബോ ടേബിൾ അങ്ങനെയോ? എബവ് എന്ന് പറയുന്നത് മുകളിൽ തന്നെയാണ്, പക്ഷെ അത് സർഫേസ് ആയിട്ടല്ല, കുറച്ചുകൂടെ മുകളിൽ എന്തിനെങ്കിലും ഒരു ബോക്സിന്റെ മുകളിലോ. മനസ്സിലായോ? എബവ് യൂസ് ചെയ്യാനും ഓൺ യൂസ് ചെയ്താലും അവിടെ ഇങ്ങനെ വലിയ മിസ്റ്റേക്ക് ഒന്നും വരാൻ പോകുന്നില്ല. രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, നമ്മളുടെ മുകളിൽ the birds flew above up അങ്ങനെ flying above the tree. അങ്ങനെ യൂസ് ചെയ്യണതാണ് above. ഒരു മരത്തിന് മുകളിലൂടെ ബേർഡ്സ് പറക്കുന്നു. ഫ്ലൈയിങ് above the tree, അല്ലെങ്കിൽ above the house എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോകുമ്പോ അത് above the എന്തിനാണ്, നമ്മുടെ എന്തിന്റെയോ മുകളിലാണ്. അപ്പൊ നമുക്ക് അവിടെ above യൂസ് ചെയ്യാം. കാണോ? അപ്പോ എബവും ഓണും ചില സമയങ്ങളിൽ സെയിം, എല്ലാം സെയിം മീനിങ് തന്നെയാണ്, മുകളിൽ തന്നെയാണ് വരാം. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഓൺ യൂസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ഒന്നുമില്ല. പിന്നെ the paint is on the wall എന്ന് പറയണോ അത് above the wall എന്നാണോ പറയാ? അല്ല, on the wall എന്ന് പറയല്ലേ? അവിടെ യൂസ് ചെയ്യുന്നത് അവിടെ ഓണാണ്. on the wall. ഓക്കെ ഓക്കെ. അതല്ല, ചില സ്ഥലങ്ങളിൽ ഓൺ തന്നെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അത് മസ്റ്റർഡ് അവിടെ ഓൺ തന്നെ യൂസ് ചെയ്യണം. അവിടെ എബോവ് യൂസ് ചെയ്യരുത്. എബോവിൽ ഒരു ഒറ്റ മീനിങ്ങേ ഉള്ളൂ, ഒന്നിന്റെ ഒരു മുകളിൽ കൂടെ പോകുന്നു. എന്നൊരു വസ്തുവിന്റെ മുകളിൽ എന്ന് പറയാൻ മാത്രമേ എബോവിനെ ഉള്ളൂ. ഓക്കെ. പ്ലേസിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഓൺ യൂസ് ചെയ്യല്? എന്തോ പ്ലേസിന്റെ മുമ്പിൽ ഓൺ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു തരുമോ? അല്ല മാം, പ്ലേറ്റിന്റെ മുകളിൽ പ്ലേറ്റിലാണ് ഇരിക്കണെങ്കിലാണ് അങ്ങനെ യൂസ് ചെയ്യാം. ഓൺ പ്ലേസ് ഫ്രണ്ട് ഒന്നല്ലേ? ഇപ്പോ നമുക്ക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് പ്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. കുറച്ചൊരു കുഴിയുള്ള പ്ലേറ്റ് ഉണ്ടാകാം, കുറച്ചൊരു നല്ല എന്താണ് കുറച്ചൊരു എക്സ്പാൻഡ് ആയിട്ടുള്ള ഉണ്ടാവാം അല്ലെ. കുഴിയുള്ള പ്ലേറ്റ് ആണെങ്കിൽ ഇന്ന് പറയാം നമുക്ക്. ബൗളൊക്കെ എന്താണ് ഇൻ വെച്ചിട്ട് പറയാൻ പറ്റും, അവിടെ ഓൺ പറയാൻ പറ്റും. മാം ഓര് ചോദിച്ചത് പ്ലേസ് ആണ്. പ്ലേസ് ആണോ? അതെ അതെ, പക്ഷെ പ്ലേസിന്റെ കൂടെ ഓൺ പ്ലേസിൽ ഉപയോഗിക്കില്ല. പ്ലേസിന്റെ കൂടെ ഓണല്ല, പ്ലേസിന്റെ കൂടെ നമ്മൾ വേറെയാണ് യൂസ് ചെയ്യാറ്. ഇന്നാണോ? ഇന്നാണ്. ഇതിനെ കുറിച്ച് ഞാൻ പറയാം. അത് ഞാൻ തെറ്റിയിട്ട് എഴുതിപ്പോയിന്, അതാ ഞാൻ ചോദിച്ചത്. ഫസ്റ്റ് പ്ലേസ് എന്ന് എഴുതിപ്പോയിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ കൺഫ്യൂഷൻ ആയി. പ്ലേസ് വരില്ല കേട്ടോ, പ്ലേസ് ഒരിക്കലും ഓണാന്ന് വരില്ല. ഓക്കെ. ഇനി എന്താണ് ഡൗട്ട്? ഇതൊരു ഡൗട്ട് ചോദിച്ചാല് കുറച്ചൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അറ്റ് ആൻഡ് ഓൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് നല്ലോണം എക്സാമ്പിൾസ് ഒക്കെ പറയാം. ഇനി അടുത്തത് ഇൻ ആണ്. അപ്പൊ ഇൻ, ഓൺ, അറ്റ് മൂന്നും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഇത് ക്ലാസ് ബേസ് ആയിട്ട് ചെറിയ ടെസ്റ്റ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വരാം, ആൻസർ ചെയ്യാം. അപ്പൊ ഇൻ, ഓൺ, അറ്റ് ക്ലിയർ ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇന്നും കൂടെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്കത് കുറച്ചുകൂടെ ടെസ്റ്റ് ചെയ്യാം. പ്രൊപ്പോസിഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ MCA മോക്ക് ടെസ്റ്റ് വേണം എന്ന് പറയരുത്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയാലും മാത്രമേ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതില് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പ്രൊപ്പോസിഷനെ ബേസ് ചെയ്തിട്ട്. കാരണം ഒരുപാട് പ്രൊപ്പോസിഷൻസ് വരുന്നുണ്ട് ടെക്സ്റ്റില്. അതിനെല്ലാം കവർ ചെയ്യുമ്പോൾ മോക്ക് ടെസ്റ്റിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടും. ഇപ്പൊ നമ്മൾ അറ്റ് കഴിഞ്ഞു, ഓൺ കഴിഞ്ഞു. ഇവിടെ ഓൺ പറയുന്നുണ്ട് യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് ഡേ ആൻഡ് ഡേറ്റ്. കണ്ടു, ഞാൻ പറഞ്ഞല്ലോ സ്പെസിഫിക് ഡേ ആണ്. ഓക്കെ. അപ്പോ അവിടെ മൺഡേ പറയുന്നുണ്ട്, ഡേറ്റ് 15th August എന്ന് പറയുമ്പോൾ അത് പറയും. ദെൻ ന്യൂ ഇയർ കണ്ട, അതൊരു ഡേ ആണ് അല്ലെ. സ്പെസിഫിക് ഡേയും ഡേറ്റും വരുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് പാർട്ട് ഓഫ് എനി സച്ച് ഡേ.
let's see in the park on Saturday. അത് സെയിം തന്നെയാണ്, ചെറിയ മാറ്റങ്ങളൊന്നുമില്ല. Okay. Then I'm standing on the street of. അതെന്താ അവിടെ ഓൺ വന്നേ? പറയൂ. മീനിങ് എന്താ ഉദ്ദേശിച്ച്? ഞാൻ സ്ട്രീറ്റിലാണ് എന്നല്ലേ? ഞാൻ സ്ട്രീറ്റിൽ നിൽക്കുകയാണ് അങ്ങനല്ലേ? നിൽക്കുകയാണ് എന്നാണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഐ ആം സ്റ്റാൻഡിങ് ഓൺ ദി സ്ട്രീറ്റ് എന്ന് പറയാം. ഞാൻ സ്ട്രീറ്റിലാണ് അല്ലെ? മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ടോ? ഞാൻ ചുമ്മാ ചോദിച്ചാണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ പറഞ്ഞ ആൻസർ പറഞ്ഞു. FNG ക്രിയേഷൻ പേരെന്തായിരുന്നു? FNG ക്രിയേഷൻ എന്നാണ് പ്രൊഫൈലിനെ. പേര് പറയാവോ? എക്സാമ്പിൾ കറക്റ്റ് ആണേ. There are pictures on the wall. There are pictures on the wall. Yeah. Okay. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഗ്രൂപ്പില് കുറച്ച് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ പഠിച്ച ആറ്റം ഓണും വെച്ചിട്ട് ടീച്ചർ റൈറ്റിംഗ് ഓൺ ദി ബോർഡ്. അപ്പൊ മാക്സിമം ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, സ്വന്തമായിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്, അറിയാലോ, നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ പറയുന്നത് വേറൊന്നുണ്ടല്ല, നമുക്കത് നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടേ അല്ലെ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക. മാക്സിമം ഒരു 10 to 15 മിനിറ്റ്സ് ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു ബുക്ക് വായിക്കുക ഇംഗ്ലീഷിന്റെ. ഇപ്പോ എന്താവട്ടെ, ഇപ്പോ മക്കളുടെയോ കുഞ്ഞുങ്ങളുടെയൊക്കെ ബുക്സ് ഇല്ലേ, ബേസിക് ലെവലിൽ ഇരിക്കുമ്പോഴുള്ള ബുക്സ് ഒന്ന് റീഡ് ചെയ്യാൻ നോക്കുക. ഡെയിലി അത് റൊട്ടീൻ ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ ഹാബിറ്റ് ആയിട്ട് മാറ്റുക റീഡിങ്. അത് പിന്നെ ആദ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, വായിക്കാനായിട്ട് മടി വരും. മാക്സിമം നിങ്ങൾ മടി എന്ന് പറയുന്ന സാധനം മാറ്റിയിരിക്കുക. മടിയുണ്ടോ എല്ലാവർക്കും? മടിയുണ്ടോ? മടിയുള്ള കുട്ടികളാണ് എല്ലാവരും. ചെറുതായിട്ടുണ്ട്, നന്നായിട്ട് മടിയുണ്ട്. ഇംഗ്ലീഷ് ഇപ്പൊ ഒരാൾ പറയുമ്പോ നമുക്ക് മനസ്സിലാവേ, തിരിച്ചു പറയാൻ പറ്റില്ല. ഇവിടെ എന്റെ ഹസ്ബൻഡ് ഗൈഡാണ്, പുള്ളിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, മോനാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ഞാൻ എല്ലാ ദിവസവും പറയും ഞാൻ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷെ അവരുടെ ഒപ്പം നമുക്ക് പിടിക്കാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ കുറച്ചെടുത്ത് പഠിക്കും അവരുടെ ഒപ്പം നിൽക്കാൻ. പക്ഷെ അവര് കാഷ്വൽ ആയിട്ടാ സംസാരിക്കുന്നത്, അവർക്ക് ഗ്രാമർ ഉള്ളത് പോലും എനിക്ക് തോന്നുന്നില്ല. അതാ പ്രശ്നം. അതെ, നമ്മൾക്ക് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞു, യൂട്യൂബിലാണ് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി യൂട്യൂബാണ് എപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെ? യൂട്യൂബിൽ അപ്പൊ തന്നെ വീഡിയോസ് സെർച്ച് ചെയ്യുന്നു, കേൾക്കുന്നു. കുറച്ച് കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോ നമ്മളൊന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നു, അടുത്തൊരു വീഡിയോ കാണും അല്ലെ? നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് പോകുന്നു. പിന്നെ എന്താണ്, ഇംഗ്ലീഷ് പഠനം അങ്ങനെ മാറും. പിന്നെ നമ്മളെ വീഡിയോസ് കാണലായി, പല പല വീഡിയോസ് ആയി, ടൈം പോയി, തീർന്നു. അങ്ങനെയും പഠിക്കുന്നവരുണ്ട്. മനസ്സിലായോ? നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ചിലവർക്ക് കേൾക്കുന്നത് ഇഷ്ടമായിരിക്കും, അത് ചിലപ്പോ ഒന്ന് റിലാക്സേഷന് വേണ്ടിയായിരിക്കും കേൾക്കാം. പഠിക്കാനൊന്നും ഉദ്ദേശത്തിലിരുന്നിട്ട് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കേൾക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അതെ, വേറെ ടെൻഷൻ കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു വേ ആയിട്ട് തോന്നിയത് എഴുതി പഠിക്കാം. പണ്ട് നമ്മൾ ഇമ്പോസിഷൻ തരാറുണ്ട് അല്ലെ? ഇമ്പോസിഷൻ തരുമ്പോ എന്തിനാണ് ആ ഇമ്പോസിഷൻ തന്നെയെന്ന് അറിയോ? നമ്മളൊരു കാര്യം വായിച്ചു പഠിക്കുന്നതും കേട്ട് പഠിക്കുമ്പോഴും അതിനേക്കാൾ ഏറ്റവും ഡിഫറെന്റ് ആണ്
നമ്മൾ എഴുതി പഠിക്കുന്നത്. കാരണം നമ്മുടെ ഒരുപാട് സെൻസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐ ആണെങ്കിലും ടച്ച് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ പറഞ്ഞ് എഴുതുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഇയർ വർക്ക് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മുടെ എത്ര സെൻസ് നമ്മൾ അത് യൂസ് ചെയ്തു. ഏറ്റവും പവർഫുൾ എഴുതി പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓരോ വേർഡ്സ് മാക്സിമം വൊക്കാബുലറി നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും നിങ്ങൾ നോട്ട്ബുക്കിൽ ഇപ്പോഴത്തെ എല്ലാ മൂവീസിന്റെ മലയാളം മൂവീസിന്റെ താഴെ ഇംഗ്ലീഷ് ഡയലോഗ് എഴുതി കാണിക്കാറില്ലേ? അത് കണ്ടാലും നല്ല യൂസ്ഫുൾ ആണ് മാം. ഇപ്പൊ മലയാളം ഡയലോഗ് വരുമ്പോൾ അതിന്റെ താഴെ ഒപ്പം ഇങ്ങനെ എഴുതിപ്പോയി. ഇപ്പോഴത്തെ എല്ലാ മൂവീസിലും ഉണ്ട് ഇങ്ങനെ. എഴുതി പോകുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മളത് പറയാറില്ല. നമ്മൾ കേട്ടു പോകുന്നു. ഓക്കെ, എനിക്കത് കിട്ടി, എനിക്കത് അറിയാം. പിറ്റേ ദിവസം നിങ്ങളത് ആലോചിച്ച് നോക്കി, നിങ്ങൾക്കത് കിട്ടില്ല. ഓർത്താ പോലും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല, പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? നിങ്ങളത് ആദ്യം തന്നെ പഠിക്കുക നന്നായിട്ട്. ഇതിനെ ആ ഒരു സെന്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുക, എഴുതി വെക്കുക. എന്നിട്ടൊരു 10 ടൈംസോ 20 ടൈംസോ അത് പറയാ, ഉറക്കെ പറയണം. ഓക്കെ, ഉറക്കെ പറയാ, അല്ലെങ്കിൽ മിററിൽ നോക്കിയിട്ട് പറയാ. ഫസ്റ്റ് നിങ്ങൾ ആ സെന്റൻസ് പറയുമ്പോ ഒന്ന് റെക്കോർഡ് ചെയ്യാം ഫസ്റ്റ്. അത് ശരിയാണ് മാം. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ മാം? ചുമ്മാ എഴുതിയത് കൊണ്ടൊന്നും പറ്റില്ല. സംസാരിക്കാൻ തന്നെ വേണം, എന്നാലേ വരുള്ളൂ. അപ്പൊ എഴുതാൻ പറയുന്നത് അതിനല്ല. എഴുതാൻ പറയുന്നത് നമ്മൾക്ക് ആ സെന്റൻസ് ഒന്ന് ബ്രെയിനിൽ രജിസ്റ്റർ ആവണം. അതിനാണ് എഴുതാൻ പറയുന്നത്. കാരണം നമ്മള് എക്സാമിന് പോകുമ്പോ നോട്ട്ബുക്ക് ആണ് പഠിക്കുക അല്ലെ? പണ്ടൊക്കെ എക്സാമിന് പോകുമ്പോൾ നോട്ട്ബുക്കാണ് പഠിക്കുക. നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വരുന്നത് ആ നോട്ട്ബുക്ക് ആയിരിക്കും. നോട്ട്ബുക്കിൽ എഴുതിയ ഓരോ വാക്കുകളും ഓരോ സെന്റൻസ് ആയിരിക്കും നമ്മുടെ കണ്ണിൽ വരാം, നമ്മുടെ മൈൻഡിൽ വരാം. അത് വെച്ചിട്ടേക്ക് നമ്മൾ എഴുതാം. മനസ്സിലായോ? അപ്പൊ എഴുതുന്നതിന് അത്രയും പവർഫുൾ ആണ്. എഴുതി വെക്കുമ്പോ ഒരു ക്ലാസ് സെന്റൻസ് നമ്മൾ ഒരിക്കലും മറക്കില്ല. എന്നിട്ടത് പറയും. പറഞ്ഞാൽ പിന്നെ അത് ബൈഹാർട്ടാണ്, പിന്നെ ഒരിക്കലും മറക്കില്ല. അപ്പൊ ഫസ്റ്റ് പറയുമ്പോ റെക്കോർഡ് ചെയ്യാം. ഫോണിൽ റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയുന്ന സെന്റൻസ് റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം അതൊരു 20 ടൈംസ് 30 ടൈംസ് നിങ്ങൾ അത്യാവശ്യം നിങ്ങളെ മോഡുലേഷൻ ഒക്കെ മാറ്റി ഇംഗ്ലീഷ് ആണ് പറയുന്ന ആ ഒരു മോഡുലേഷനിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരു 20 ടൈംസ് ആഫ്റ്റർ 30 ടൈംസ് കഴിയുമ്പോൾ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യും. നിങ്ങൾ ഫസ്റ്റ് റെക്കോർഡ് ആൻഡ് ലാസ്റ്റ് റെക്കോർഡ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കും. എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ നോക്കും. ഓക്കെ, എന്തായാലും മസ്റ്റ് ആഡ് ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോ പ്രാക്ടീസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ സംസാരിക്കുമ്പോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവര് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരണം. അതായത് നമ്മളിപ്പോ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ടാല് നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോഴും നമ്മൾ പറയും. മനസ്സിലായോ? പറഞ്ഞ് അപ്പോഴും പഠിക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കളിയാക്കും. മനസ്സിലായോ? അതൊന്നും ശ്രദ്ധിക്കണ്ട. അങ്ങനെ പറഞ്ഞാലേ നമ്മൾ പഠിക്കൂ. ഓക്കെ, പറഞ്ഞു പഠിക്കുക. കിട്ടാത്ത വേർഡ്സ് എഴുതി പഠിക്കുക. അതിനുശേഷം ഇത് പഠിക്കുക. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ നോക്കുക. ഫോണില് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടും. ആ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ പ്രൊണൗൺസ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, നമുക്ക് ക്ലാസ് ഒരു ഇതൊക്കെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഓരോ ഡെയിലി സെന്റൻസ് ചെയ്യാൻ വരാം. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് മാക്സിമം കോഴ്സ് കഴിയുമ്പോഴേക്കും കുറച്ചെങ്കിലും ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ഞാൻ വരുത്തരാം. ഓക്കെ, കുറച്ചെങ്കിലും നിങ്ങൾ ഇമ്പ്രൂവ് ആകും. കാരണം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, എനിക്കും സംസാരിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, അതുവരെ ഞാൻ എത്തിച്ചേരാം. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. കോൺഫിഡൻസ് കൂട്ടുന്നതും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഗ്രാമർ മനസ്സിലാക്കി തരുന്നതും ഡെയിലി സെന്റൻസ് കുറെ എല്ലാം ഞാൻ തരും. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റും. കുറച്ചെങ്കിലും നിങ്ങൾ ഒരാളോടെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു ലെവലിൽ ഞാൻ എത്തിച്ചേരാം. ഓക്കെ ആണോ? ഞാൻ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യണം. മടി പാടില്ല. മടി നമ്മുടെ ജീവിതം തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ മടി പാടില്ല. മടി വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലൂടെ തന്നെ പറയാം, മടി പാടില്ല, പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ജോലി കിട്ടുള്ളൂ, നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവുള്ളൂ എന്ന് മനസ്സിനെ
പറഞ്ഞു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഫുള്ളപ്പ് ചെയ്ത് വരാം. ഓക്കെ, മടി വരും, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്തായാലും മടി വരും. കുറച്ച് നാളെ മടി കൂടെ ഉണ്ടാവും. പക്ഷെ മടിനെ മാക്സിമം ഇഗ്നോർ ചെയ്തിട്ട് ശേഷമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പഠിച്ചു തുടങ്ങിയാല് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, പിന്നെ രസമായിട്ട് തോന്നും ഇംഗ്ലീഷ് പഠിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ അയ്യോ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാല് പിന്നീട് നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് കൂടെയുള്ളൂ. പിന്നെ ആ ഒരു പഠനം ഒരിക്കലും നിങ്ങൾ വിഷമില്ല. ലൈഫ് ലോങ് അല്ലെ, നമ്മുടെ എന്ത് വരെ നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് ഉണ്ടാവും. കാരണം ഗ്രോയിങ് ലാംഗ്വേജ് ആണ്, ഓരോ ദിവസവും ഗ്രോത്ത് ഉള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേ ബൈ ഡേ ഓരോ പുതിയ വേർഡ്സും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ലേണിംഗ് നമ്മുടെ ലൈഫിലെ എന്ത് വരെയും നമ്മളത് കൊണ്ടുപോകാം. ഇംഗ്ലീഷ് പഠിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. കോൺഫിഡൻസ് വരും, നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എവിടെ വേണമെങ്കിലും പോകാം, നല്ല ജോലി കിട്ടും, അത്യാവശ്യം നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റും, ഹൈപ്പേർഡ് സാലറീസ് കിട്ടും അല്ലെ. അപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് തന്നെ മാറും. അപ്പോ മടി വരുമ്പോ ഇങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കുക. ആരുടെ മുന്നിൽ നമുക്ക് നാണം തരേണ്ട ആവശ്യമില്ല അല്ലെ. മടി വരുമ്പോ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. പഠിക്കുക, നമുക്ക് വേണ്ടി മാക്സിമം കുറച്ചിങ്ങനെ ടൈം മാറ്റി വെക്കുക. എല്ലാവരും ഹൗസ് വൈഫ് ആണ്, മദർ ആണ്, എല്ലാം എനിക്കറിയാം. പക്ഷെ നമ്മൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക. ഓക്കെ ആണോ? ഇതൊക്കെ മറക്കരുത് കേട്ടോ. അത് കഴിയുമ്പോഴൊന്നും മറന്നു പോകരുത്. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. എനിക്കും വളരെ പേടിയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേട്ടാ പേടിയായിരുന്നു. ഒരു ജോലി അപ്ലൈ ചെയ്യാൻ വരെ പേടിയായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചറോ ഞാനോ ഇംഗ്ലീഷ് ടീച്ചർ, ഇംഗ്ലീഷ് അറിയാതെ ഞാൻ എങ്ങനെയാ പഠിപ്പിക്കുക എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ തന്നെ മാറ്റിയെടുത്തു. കോൺഫിഡന്റ് വേണമല്ലോ, കോൺഫിഡൻസ് ആയിട്ട് എവിടെയെങ്കിലും ജോലി കയറാം, അതിന് പലത് വന്നോട് തേച്ച് കാണാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ സ്വയം മാറാം. അങ്ങനെ മാറിയാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുള്ളൂ. ഞാൻ അങ്ങനെ പേടിച്ച് മടിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുക്കില്ല. ഓക്കെ, അപ്പൊ അതുപോലെ ആവണം എല്ലാവരും. മടി, പേടി ഇതൊന്നും നമുക്ക് പാടില്ല. ലൈഫില് ബോൾനെസ് എപ്പോഴും അത്യാവശ്യമാണ്. കോൺഫിഡൻസ് എന്തായാലും വേണം അല്ലെ, കോൺഫിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം മറക്കരുത്, ഓർത്ത് വെക്കുക. ഡെയിലി റീഡിങ് മസ്റ്റ് ആണ് കേട്ടോ. ഒരു ബുക്ക് എവിടെന്നെങ്കിലും സെലക്ട് ചെയ്യുക, ഡെയിലി ഒരു 10 to 15 minutes അതിനു വേണ്ടി മാറ്റി വെക്കുക. പയ്യെ സമയം കൂട്ടുക. ഓക്കെ, ഒരു ഹാബിറ്റ് ആയിട്ട് മാറ്റുക. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, റെഡിയാണ് മാം. ഓക്കെ, അപ്പൊ അതിന്റെ ചെയ്യാം നമുക്ക്. താങ്ക് യു മാം. സൈൻ ഔട്ട് ആണോ? Respect is like a mirror. The more you show it to other people, the more they will reflect it back. ബഹുമാനം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ അത് എത്രത്തോളം മറ്റുള്ളവരോട് കാണിക്കുന്നുവോ അത്രയധികം അവർ അത് പ്രതിഫലിപ്പിക്കും. സൈൻ ഔട്ട് ടീന. നിങ്ങൾ പറയുന്ന ഓരോ തോട്ട്സും നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു.